5-6 ദിവസം കൊണ്ടൊരു സിനിമ ആലോചിക്കുക, അല്ലെങ്കിൽ ഇപ്പം ബാക്കിയിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ കാണുന്ന പല സിനിമകളും 25 ദിവസം 30 ദിവസം പരമാവധി 50 ദിവസം അല്ലെ. ഭരതൊക്കെ എത്ര ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും? ഭരതം കഥ 5-6 ദിവസമൊന്നുമില്ല, 2 മണിക്കൂർ കൊണ്ടാണ് ഒരു കഥ ആലോചിക്കുന്നത്. രാവിലെ 9 മണിക്ക് ഈ കഥ മാറ്റണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് 1 മണിക്കൂറിൽ ഈ പുതിയ കഥ തീരുമാനിക്കുന്നു. അത് എഴുതാനായിട്ട് ആ കഥ തീരുമാനിച്ച് 4-ാം ദിവസം ഷൂട്ടിംഗ് തുടങ്ങി. 4-ാം ദിവസം ഷൂട്ടിംഗ്, കഥ തീരുമാനിച്ച് ഈ കഥയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു പൂർണ്ണ രൂപം പ്രൊഡ്യൂസറായ മോഹൻലാലിൻ്റെ അടുത്തും അതിനെ ഡിസ്ട്രിബ്യൂട്ടറോടും പറഞ്ഞ ശേഷം നമ്മൾ 23-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് തീരുമാനിച്ച കഥ 27-ാം തീയതി രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ എഴുതി വരുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ തമ്മിലായതുകൊണ്ട് ഉള്ള ഒരു കൺവീനിയൻസ് ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട്. അപ്പോൾ 27-ാം തീയതി തുടങ്ങിയ ഷൂട്ട് ഏതാണ്ട് 30-ൽ താഴെ ദിവസം. കാരണം ഇതിൻ്റെ റിലീസ് ഡേറ്റ് തീരുമാനിക്കപ്പെട്ടു പോയി. ഈ പ്രണവം ആർട്സിൻ്റെ സിനിമകളെല്ലാം മാർച്ച് ലാസ്റ്റ് വെള്ളിയാഴ്ച, മാർച്ച് അവസാനത്തെ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുമെന്നുള്ളത് തിയേറ്ററുകളുടെ ഡേറ്റ് നേരത്തെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണ്. ജനുവരി 27-ാം തീയതി ഷൂട്ട് ചെയ്യുന്നു, ഫെബ്രുവരി ഒരു 20-25 വരെ ഷൂട്ട് ചെയ്യുന്നു. 1 മാസത്തോളം ഷൂട്ട് ചെയ്തു. അത് കൂടാതെ ഇതിനകത്തെ പാട്ടുകളിൽ കുറേ പോർഷൻസ് നമ്മൾ മദ്രാസിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ കഥ തീരുമാനിച്ച് ഏതാണ്ട് 60-ൽ താഴെ ദിവസങ്ങൾക്കുള്ളിൽ ഇത് തിയേറ്ററുകളിലെത്തുകയാണ്. അതൊരു ഗിന്നസ് ബുക്ക് റെക്കോർഡെന്ന് പറയാം. അല്ല, ഇതേ സാധിച്ചതാണ്, ചെയ്തു കഴിഞ്ഞതാണ്. എനിക്ക് സ്വാഭാവികമായിട്ട് ഇതിന്ന് ബാക്കിയിട്ട് ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെ പറ്റി, 30 ദിവസമുണ്ട് 5 ദിവസമുണ്ട്, ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിക്കാം. അന്ന് ഇതെങ്ങനെ പറ്റിപ്പോയെന്ന് എപ്പോഴെങ്കിലും സാറിനൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് അന്ന് സാധിച്ചതെന്നുള്ളത്? ഇല്ല, അതല്ലാതെ മാർഗമല്ലോ. 2 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഒന്നെങ്കിൽ ഈ പ്രോജക്റ്റ് ടോട്ടലി മാറ്റി വെക്കണം. അപ്പോൾ തിയേറ്ററുകളുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ മാറും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ലാൽ അതിന് തയ്യാറുമാണ്. ലാൽ പറഞ്ഞു, നമ്മുടെ സ്വന്തം പടമല്ലേ, നമുക്ക് മാറ്റി വെക്കാം, ഇത് അല്ലെങ്കിൽ ഇനിയുള്ള പ്രോജക്റ്റുകളെ ബാധിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് 2-4 മണിക്കൂർ സമയം തരും, ഉച്ചയ്ക്ക് 1 മണിക്കൂർ മുമ്പ് ഞാനൊരു കഥ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞു. പക്ഷേ 1 മണിക്കൂറിൽ കഥ കിട്ടിയതുകൊണ്ട് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ എഴുതി വരുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് ഓരോ ഘട്ടത്തിൽ. ഒരു ദിവസം രാവിലെ ലോഹിയാൻ പറയും, ഇന്നിപ്പോൾ ഒരു പാട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ വന്ന്, ഈ പാട്ടെന്ന് പറയുന്നത് നിസ്സാര പാട്ടല്ല, ഇത് ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പാട്ടുകളാണ്. ഓരോ പാട്ടിനും 6 മിനിറ്റ് 7 മിനിറ്റ് 8 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള പാട്ടുകളാണ്. ഗോപാംഗനയുണ്ട്, രാമകഥാ ഗാനലയുണ്ട്, ശ്രീവിനായക സ്റ്റേജിൽ വെച്ച് പാടിയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആ കഥാപാത്രത്തിന് രഘുവംശവധ ഒരു പേരെടുത്തുമ്പോ ഒരു പാട്ടും കൂടെ ഉണ്ടല്ലോ, ധ്വനിപ്രസാദം എന്നൊക്കെ പറയുന്ന ഒരു കീർത്തനം പോലത്തെ ധ്വനിപ്രസാദം. അതെ, അതുകൊണ്ട് ഇത്രയും പാട്ടുള്ള പടമാണ്. പിന്നീട് എത്ര അവാർഡുകളും എത്ര പ്രതിഭകളുടെ അതിന്റെ കാസറ്റൊക്കെ എടുത്തു നോക്കിയാൽ ലാലേട്ടന് നാഷണൽ അവാർഡ്, സിനിമയ്ക്ക് അവാർഡ്, ദാസേട്ടൻ അവാർഡ്, രവീന്ദ്രൻ മാഷ്ക്ക് മെൻഷൻ, എന്തോരം അവാർഡുകളുള്ള ഇതിലേക്ക് വന്നതെന്നുള്ളതാണ്.